ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു നല്ല ചെമ്മീൻ കറിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിലേക്കും ചപ്പാത്തിക്കും പൊറോട്ടയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. 250 ഗ്രാം ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. വളരെ ചെറുതുമല്ല എന്നാൽ വളരെ വലുതുമല്ല, അത്തരത്തിലുള്ള ചെമ്മീനാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്കായിട്ട് ഒരു പീസ് ഇഞ്ചി, ചെറിയ ചുവന്നുള്ളി, 6 പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഇഞ്ചി ആദ്യം ചതച്ചെടുക്കാം. നന്നായിട്ട് ചതച്ചിട്ട് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഇഞ്ചി ഉള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടുക. പൊതുവേ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉള്ളി ചതച്ചിടാൻ മറന്നു പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഞ്ചി ഇടാൻ മറന്നു പോകും. പക്ഷേ ഇതൊക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നല്ല സ്മെല്ലായിരിക്കും കിട്ടുക. ഈ കറിക്ക് ഒരു പ്രത്യേക മണം ഉണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് നമ്മുടെ പച്ചമുളക് 6 എണ്ണം ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1-2 കറിവേപ്പിലയുടെ തണ്ട് ഇലയിട്ട് ഉരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഞാൻ നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണും ആദ്യം പിന്നെ ഒരു നുള്ളും കൂടി വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുടപ്പുളി ഒരു തരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ അമ്മ തന്നിട്ടുള്ള കുടപ്പുളിയാണ്. വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള കുടപ്പുളിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കടയിൽ നിന്നാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കണം. ഇത് അമ്മ തയ്യാറാക്കുന്ന മുന്നേ കണ്ടിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലെങ്കിലും ഇതൊന്നും ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമുക്ക് തിരുമ്മി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ എല്ലാവർത്തേക്കും മുളകും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നമ്മളിതങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നാളികേരം ഒരു അരമുറിനേക്കാളും കുറച്ച് കുറവ് മതി. അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ വെന്തോ നോക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് പാകമായി വന്ന് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് വറ്റി റെഡിയായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പ് അരച്ചത് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക.
മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കിട്ടണം. ഈ അരപ്പിലേക്കും അതിലേക്ക് ഉള്ള ചേരുവകളെല്ലാം അതിലൊക്കെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇതിലേക്ക് മൂപ്പിച്ചിട്ട് ഇടാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് ബ്രൗൺ നിറാകുന്നവരെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വേപ്പില 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ഇല ഉരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി കഴിഞ്ഞു. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.